2026 IPL സീസൺ ആരംഭിക്കുമ്പോൾ എല്ലാ ആരാധകരും പ്രതീക്ഷയോടെ നോക്കിക്കണ്ടിരുന്ന ഒരു താരമായിരുന്നു സഞ്ജു സാംസൺ. രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സഞ്ജു എത്തുന്നു എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രത്യേകത. ധോണിയുടെ തട്ടകത്തിലേക്ക് സഞ്ജു എത്തുമ്പോൾ വലിയൊരു ഇന്നിങ്സാണ് സഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് സഞ്ജുവിൽ നിന്ന് വലിയ ഇന്നിങ്സ് ഒന്നും ഇതുവരെ കണ്ടില്ല. പക്ഷെ നമ്മൾ മറുഭാഗത്ത് രാജസ്ഥാൻ റോയൽസിൻ്റെ സൂപ്പർ താരം വൈഭവ് സൂര്യവംശിയുടെ തുടർച്ചയായ വെടിക്കെട്ട് ഇന്നിങ്സുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കളിച്ച 4 മത്സരങ്ങളിൽ തന്നെ അദ്ദേഹം നേടിയ എല്ലാ മത്സരത്തിൽ നിന്നും പുറത്തെടുത്ത ഒരു ഇന്നിങ്സുകളാണ് ഇപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു 15 വയസ്സുകാരനിൽ നിന്നാണ് ഇത്ര വലിയ ഇന്നിങ്സുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഈ വെറും 4 മത്സരങ്ങൾ കൊണ്ട് തന്നെ ഈ വൈഭവിന് വേണ്ടി ഒരു വാദമുണ്ട്. അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവരണം, ഇന്ത്യൻ ടീമിലേക്ക് വിളിക്കണം എന്നൊരു. ഇപ്പോൾ 15 വയസ്സ് പൂർത്തിയായതോടെ അതിനുള്ള സാധ്യതകൾ കൂടിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വൈഭവിന്റെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? തീർച്ചയായും നമ്മൾ കഴിഞ്ഞ IPL ശേഷം, അതായത് സഞ്ജുവിന് പരിക്കുപറ്റുന്ന രാജസ്ഥാൻ റോയൽസ് നായകൻ്റെ സഞ്ജുവിന് പരിക്കുപറ്റിയ ശേഷമാണ് വൈഭവ് അരങ്ങേറുന്നത്. അതിനുശേഷം ക്രിക്കറ്റിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ട് വൈഭവ് സൂര്യവംശി മാറിയിട്ടുണ്ട്. 14-കാരനായിരുന്നു, 15-കാരൻ ഇപ്പോൾ പറയുമ്പോൾ പ്രായത്തിലൊക്കെ പലരും പല സമയത്തായിട്ട് സംശയങ്ങളൊക്കെ പറയുന്നു. പക്ഷെ ആ താരത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ച് ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. പ്രായത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിലും പ്രകടനത്തിൽ യാതൊരു ഇതില്ല. ഇന്ത്യക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അസറ്റായിട്ട് താരം മാറിയിട്ടുണ്ട്. ഇപ്പം ദേശീയ ടീമിലേക്കുള്ള ഇത് വരുമ്പോൾ നമുക്കറിയാം 15 വയസ്സാകാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. 15 വയസ്സായി. ഇനിയിപ്പം എപ്പോഴാണ് അരങ്ങേറുക, ദേശീയ ജേഴ്സിയിൽ അരങ്ങേറുക എന്ന് മാത്രമേ അറിയാനുള്ളൂ. ഈ IPL ഇപ്പം ജിമിൻ പറഞ്ഞു തുടങ്ങി. നമ്മൾ സഞ്ജുവിനെയാണ് പ്രതീക്ഷിക്കുന്നത്. സഞ്ജുവിൻ്റെ മഞ്ഞക്കുപ്പായത്തിൽ അല്ലെങ്കിൽ സൗത്തിൻ്റെ ഒരു ഇതായിട്ട് ഒരു തലയുടെ പിൻഗാമിയായിട്ട് സഞ്ജു വരുമ്പോൾ എന്തായിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു നിരാശ, സഞ്ജുവിൻ്റെ ലോകകപ്പ് ഫിനിഷുള്ള ഇന്നിങ്സ് നിരാശയാണ് നമുക്ക് ലഭിച്ചതെങ്കിൽ സഞ്ജുവിൻ്റെ പഴയ ടീം തുടർജയങ്ങളുമായിട്ട് മുന്നേറുവാണ്. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് വൈഭവ് തന്നെയാണ്. ഇപ്പം ഓറഞ്ച് ക്യാപ്പ് താരത്തിലേക്ക് എത്തുന്നു. ഇതിൻ്റെ പേരിൽ തന്നെയാണ് 4 മത്സരങ്ങളിൽ 200 റൺസാണ് എത്തത്. കഴിഞ്ഞ വർഷം 7 മത്സരങ്ങളിൽ 250 റൺസ് ആയിരുന്നു എനിക്ക് തോന്നുന്നത്. ഈ വർഷം 4 മത്സരങ്ങൾ തന്നെ 200 അടിച്ചിട്ടുണ്ട്. അതൊരു മികച്ച സ്ട്രൈക്ക് റേറ്റിലാണ് കളിക്കുന്നത്. മുന്നിൽ വരുന്ന ബൗളർ ആരാണെന്നില്ല, ബൂമർ ആയിക്കോട്ടെ, ഹേസൽവുഡ് ആയിക്കോട്ടെ, ഏത് ബൗളർ ആയിക്കോട്ടെ, ഭുവനേഷ് കുമാർ ആയിക്കോട്ടെ, ബൗളർ ആരായാലും അങ്ങനെ ആളെ നോക്കിയിട്ട് ബഹുമാനിക്കുന്ന ഒരു പരിപാടിയൊന്നും വൈഭവിനില്ല. ഈ പറഞ്ഞ പോലെ പേടിക്കാനൊരു പ്രായം വേണമല്ലോ പറയുന്ന പോലെ അതാവാത്തൊരു രീതിയിലാണ് താരം അടിച്ചു തകർക്കുന്നത്. ബൗണ്ടറിയാണ് പന്ത്. ഈ പറഞ്ഞ നമുക്കറിയാം, ലീഗിന് തൊട്ട് മുമ്പ് സഞ്ജു ഒക്കെ സംസാരിക്കുമ്പോൾ പറയുന്നു എന്താണ് ഗെയിം പ്ലാൻ നോക്കുമ്പോൾ ഒന്നുമില്ല, 6 അടിക്കുമെന്ന് മാത്രമേ ഗെയിം പ്ലാൻ ഉള്ളൂ. വീഡിയോ ഗെയിം കളിക്കേണ്ട പ്രായത്തിലോ ഒന്ന് കളിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പം വലിയൊരു ഇതാണ് ലഭിക്കുന്നത് നമുക്ക്. ആ ഒരു യൂത്ത് ക്രിക്കറ്റിലൊക്കെ നമ്മൾ കണ്ടു. കഴിഞ്ഞ IPL ശേഷം ദേശീയ അണ്ടർ-19 ടീമിലൊക്കെ അണ്ടർ-20 ടീമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് യൂത്ത് ടെസ്റ്റിലൊക്കെ അദ്ദേഹം കളിക്കുന്നത്. ഇനിയിപ്പോൾ ദേശീയ ടീമിലേക്ക് വരാനുള്ള വിളി എന്തായാലും വൈകില്ലെന്ന് ഉറപ്പാണ്. മുൻതാരങ്ങളൊക്കെ അതിന് പറഞ്ഞു വന്നിട്ടുണ്ട്. 2 മത്സരങ്ങൾ, ഒരു T20യും ഒരു ഏകദിന മത്സരം, ഒരു ടെസ്റ്റ് പരമ്പരയും കൂടെ വരുന്നുണ്ട്, മത്സരം കൂടെ വരുന്നുണ്ട്. ഇതിലേക്ക് ഒന്നിൽ വൈഭവ് വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഉറപ്പ് തന്നെയാണ്. എന്തായാലും അടുത്ത IPL മുമ്പ് തന്നെ താരം ഇന്ത്യൻ ജേഴ്സിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഉറപ്പാണ്. ഈ IPL സീസണിലെ വൈഭവിന്റെ പ്രകടനം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഒരു മികച്ച പ്രകടനമാണ്. കാരണം നമ്മൾ ആദ്യ മത്സരത്തിൽ ചെന്നൈക്കെതിരെ 17 പന്തിൽ 52 റൺസ് നേടുന്നുണ്ട്. അതിനുശേഷം ഗുജറാത്തിനെതിരെ 18 പന്തിൽ 31 റൺസ് നേടുന്നുണ്ട്. 18 പന്തിൽ 50 റൺസ്, അവിടെ 50 അടിക്കുന്നുണ്ട്. പിന്നെ മുംബൈക്കെതിരെ 14 പന്തിൽ 39. പിന്നെ കഴിഞ്ഞ ദിവസം മത്സരത്തിൽ 26 പന്തിൽ 78 റൺസ് നേടുന്നുണ്ട്. 250 വന്നു. പക്ഷെ അതിന്റെ നമ്മൾ പറയേണ്ടത് വെച്ചാൽ ഈ മുംബൈക്കെതിരായിട്ടുള്ള മത്സരമാണ്. കാരണം അവിടെ ബുംറയും വൈഭവും നേരിട്ട് വരുന്ന കഴിഞ്ഞ ഈ 2025 സീസണിൽ പോലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് വന്നിട്ടില്ല. എല്ലാവരും പ്രതീക്ഷ 2025 സംഭവിക്കാതെ 2026 സാധിക്കുന്നു. ഈ ഓവറിൽ തന്നെ വൈഭവ് ബാറ്റിംഗിൽ നിൽക്കുമ്പോൾ സിക്സ് അടിക്കുന്നു. ആദ്യം തന്നെ 6 അടിക്കുന്നു. ആ ഓവറിൽ തന്നെ രണ്ടാമതൊരു 6 വീണ്ടും 6 അടിക്കുന്നുണ്ട്. ഇപ്പം പറഞ്ഞ ഒരു നോട്ടുമില്ല, ആരാണെന്നില്ല. ഫസ്റ്റ് ബോൾ തന്നെ 6 അടിച്ച് ബൂമർ ചിരിക്കുകയാണ്, രോഹിത് ചിരിക്കുകയാണ്. ഇതെല്ലാം വിരാട് കോഹ്ലി നമുക്ക് കാണാൻ വേണ്ടി ഇത് ഒരു വണ്ടർ കിഡ് ഇറങ്ങിയിട്ട് അടിച്ച് തകർക്കുവാണ്. യാതൊരു ലോകോത്തര ബോളർ നമുക്കാണെങ്കിൽ ബൂമറെ ബോളർ എന്ന് പറയാൻ പറ്റുന്നല്ല, ലോകോത്തര ബോളറാണ്. നിലവിൽ ഏത് ഫോർമാറ്റിലായാലും ബൂമറെ വെല്ലാൻ ഒരു ബോളർ ഇല്ലാന്ന് പറയും. ആ താരത്തെയാണ് അടിച്ച് 6 ഒന്നാം പന്തിൽ 6 അടിക്കുന്നത്. ഒന്ന് ബഹുമാനിക്കുന്നത്, 3-ാം പന്തിൽ വീണ്ടും 6 പറയുന്നു. ഇന്നലെ ഹേസൽവുഡ് തന്നെ 3 4 4 പറയുന്നു. ഒരു 6 ആണ് ഓവറിൽ വന്നത്. ബൂമറെ 2 ഓവറിൽ 26, ഹേസൽവുഡിന് 1 ഓവറിൽ 19. അങ്ങനെ അടിച്ച് തകർക്കുവാണ് താരം. ഈ ഒരു ഇത് നമുക്കറിയാം. കഴിഞ്ഞ വർഷം നമ്മൾ 160 വണ്ടറായി ഒതുങ്ങുക നമ്മൾ പല താരങ്ങളെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണുമ്പോൾ പ്രത്യുഷ അല്ലെങ്കിൽ സർഫാസ് അവരൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ട് പിന്നെ ഫോം അങ്ങ് തുടരാൻ പറ്റാത്ത രീതിയിൽ പുറക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് തിരിച്ചു വരുന്നില്ല എന്നല്ല നമ്മൾ നൽകിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ വൈഭവ് അങ്ങനെ മങ്ങി പോകുമെന്ന് കരുതിയിരുന്നു. ദേശീയ ടീം കളിക്കുമ്പം ആ മങ്ങലൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ പ്രകടനം ആവർത്തിച്ചു. ഇപ്പോഴത്തെ IPL എത്തുമ്പോൾ അങ്ങനെ 160 വണ്ടറല്ല, അല്ലെങ്കിൽ ചക്ക വീണ് മുതൽ ചാവുന്നതല്ല എന്ന് വൈഭവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ പ്രകടനം തന്നെയാണ്. അതിൽ ആ കുടുംബത്തിന് ഇപ്പോൾ ഈ IPL അറിയാം. നമുക്ക് രാജസ്ഥാനിൽ ക്യാമ്പ് തുടങ്ങുമ്പോൾ SLC പരീക്ഷയുടെ ടൈമായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷ താൻ പോകാണ്ട് അച്ഛൻ ക്യാമ്പിലേക്ക് പറഞ്ഞു വിട്ട മകനാണ്. ആ തീരുമാനം തെറ്റിയിട്ടില്ല എന്ന് മകൻ തെളിയിക്കുകയാണ്. അപ്പം
എനിക്ക് ഉറപ്പാണ് വൈകാണ്ട് തന്നെ അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ കളിക്കാൻ വേണ്ടി പറ്റും. ഈ ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു താരമായിട്ട് വിരാട് കോഹ്ലിക്ക് ശേഷം നമ്മളൊരു താരത്തെ തച്ച് പഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശുഭ്മാൻ ഗില്ലിനെ തച്ച് പഴിപ്പിക്കാൻ തന്നെ പറയേണ്ടി വരും. 3 ഫോർമാറ്റ് മികച്ച ക്രിക്കറ്റാണ്, പക്ഷേ 3 ഫോർമാറ്റിൽ അദ്ദേഹത്തിനെ സ്യൂട്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ ഈ വൈഭവ് എല്ലാ ഫോർമാറ്റിലും സ്യൂട്ടാകുന്നത് ഭാവിയിൽ വേണ്ടിയാണ്. പക്ഷേ ഈ ഒരു ടെക്നിക്കും ഈ ക്വാളിറ്റിയുള്ള താരത്തിനെ അങ്ങനെ മാറ്റാൻ ഇന്ത്യക്ക് പറ്റുന്ന സംശയമില്ല. ഈ 15-ാം വയസ്സിൽ ഇറങ്ങിയേറിയാൽ സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ പിന്നെ ഒരു വലിയ ഇന്നിങ്സിന് കരിയറിന് അദ്ദേഹത്തിന് വലിയൊരു കരിയർ ലഭിക്കും. അങ്ങനെ വരുമ്പം കുംബ്ലെയൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വലിയൊരു കരിയർ ലഭിക്കുമ്പോഴേക്ക് അദ്ദേഹത്തിന് വലിയ റെക്കോർഡുകൾ, ബാറ്റിങ്ങിലെ വലിയ റെക്കോർഡുകൾ മറികടക്കാൻ വേണ്ടി സാധിക്കും, നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് പറയുന്നുണ്ട്. കാരണം ഉറപ്പാണ് ഇപ്പോൾ കുംബ്ലെയാണെന്ന് തോന്നുന്നു എനിക്ക് പറഞ്ഞത് 15 വയസ്സ് തൊട്ട് 20 വയസ്സിലൊരു പിന്നെ സ്പാൻ അത് മികച്ചൊരു ക്രിക്കറ്റിനെ സംബന്ധിച്ച് വലിയ നിർണായകമാണ്. 15-ാം വയസ്സിൽ ഇറങ്ങിയ 10 വർഷം കൊണ്ട് തന്നെ ഒരു വലിയ ഇതിലേക്ക് എത്തിച്ചാൽ അദ്ദേഹത്തിൻ്റെ കരിയർ പിന്നെ എങ്ങോട്ട് പോകണം, ഒരു ഒരു വലിയൊരു രീതിയിലേക്ക് പോകാനുള്ള ഇന്നിങ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കരിയറായിട്ട് മാറിയേക്കും. ഒരു നമ്മൾ പറഞ്ഞാൽ ഒരു ക്രിക്കറ്റിലൊരു പ്രതിഭ അല്ലെങ്കിൽ എന്താണെന്ന് പറയാം ഇതിഹാസമായിട്ട് മാറാനുള്ള ഒരു ഇത് അദ്ദേഹത്തിന് ലഭിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഈ കഴിവ് ഇതേപോലെ തുടരാൻ വേണ്ടി പറ്റിയാൽ, ക്രിക്കറ്റിന് പൂർണ്ണമായി അർപ്പിക്കാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ പൃഥ്വിഷായൊക്കെ നമ്മൾ കണ്ട പോലെ അസ്തമിച്ചു പോകും, വീണ്ടും തിരിച്ചുവരാൻ പറ്റില്ല ഒന്നും പറയുന്നില്ല. പക്ഷേ ഒരു ഡൗൺഫോൾ ഉണ്ടാവും. അതില്ലാണ്ട് നോക്കാൻ വേണ്ടി ഫോം ഔട്ടൊക്കെ സ്വാഭാവികമാണ്, എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഈ ഒരു ക്രിക്കറ്റിനോടുള്ള ഒരു പാഷൻ ഇതേപോലെ തുടരാൻ വേണ്ടി പറ്റിയാൽ വൈഭവ് അടുത്തൊരു ഇന്ത്യയുടെ മുഖമായിട്ട് മാറുന്ന സംശയമൊന്നുമില്ല. 2025 IPL നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പല മത്സരങ്ങളിലും ഈ വൈഭവ് പെട്ടെന്ന് പുറത്താകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരു പുതിയ ബോളർ വരുമ്പോഴൊക്കെ കഴിഞ്ഞ സീസണിൽ തന്നെ നമ്മൾ ഈ ഭുവനേശ്വറിനെതിരെ പലപ്പോഴും പുറത്തായിട്ടുണ്ട്. പക്ഷെ ഈ 2026 സീസണിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹം ബാറ്റിംഗ് ശൈലി തുടരുന്നുണ്ടെങ്കിലും ചില പന്തുകളിൽ അദ്ദേഹം നോക്കി കളിക്കുന്നുണ്ട്, ഏത് ബോളിലാണ് ആക്രമിക്കേണ്ടത്. RCBക്ക് എതിരായിട്ടുള്ള മത്സരത്തിൽ കൃണാൽ പാണ്ഡ്യ എറിയാൻ വരുമ്പോൾ പോലും ആദ്യത്തെ ഒരു ബോൾ അദ്ദേഹത്തെ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് കൃണാൽ പാണ്ഡ്യനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഈ ഭുവനേശ്വറിനെതിരെ അദ്ദേഹത്തിന്റെ ഓവറിൽ ഒരു മയം ഇല്ലാതെ ഭുവനേശ്വറിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഹേസൽവുഡിന്റെ കാര്യം പറയുന്നത്, ഫസ്റ്റ് ബോൾ തന്നെ ബൗണ്ടറിയാണ് നേടുന്നത്. അവിടെ മുംബൈയായിട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ബുംറയ്ക്കെതിരെ ഫസ്റ്റ് ബോളിൽ 6 നേടുന്നുണ്ട്. ഇവിടെ ഹേസൽവുഡിനെ നമുക്കറിയാം ഓസ്ട്രേലിയൻ ടീമിന്റെ 1ാം നിര ബോളർമാരിൽ ഒരാളാണ്. അദ്ദേഹത്തിനെതിരെയാണ് ഇവിടെ ഫസ്റ്റ് ബോളിൽ അതുപോലെ തന്നെ ഭുവനേശ്വറിന്റെ കാര്യം, ഭുവനേശ്വറിന്റെ ഓവറിൽ തുടർച്ചയായിട്ട് ബൗണ്ടറികളാണ് പോകുന്നത്. ഹേസൽവുഡിന്റെ ഓവറിൽ അദ്ദേഹം തുടർച്ചയായിട്ടാണ് പോകുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത സാധ്യതയുണ്ട്. നമ്മൾ ആ മുംബൈക്കെതിരായിട്ടുള്ള മത്സരത്തിൽ കുറച്ച് കാഴ്ചകളുണ്ടായിരുന്നു. അതിൻ്റെ അത് ഇവിടെ ഹാർദിക് പാണ്ഡ്യയുടെ എക്സ്പ്രഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ രോഹിത് ശർമ്മയുടെ എക്സ്പ്രഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇന്നലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വിരാട് കോഹ്ലി അടക്കമുള്ള താരങ്ങളൊന്നും പറ്റുന്നില്ല. വിരാട് കോഹ്ലിയാണ് അദ്ദേഹത്തെ ക്യാച്ച് എടുത്ത് പുറത്താക്കുന്നത്. എന്നിട്ട് പോലും വിരാട് കോഹ്ലി ഒരു ആഹ്ലാദിക്കുന്ന ഒന്നും ചെയ്യുന്നില്ല, ആഹ്ലാദിക്കാൻ ഒരു വകയും അവശേഷിപ്പിക്കുന്നില്ല. കളി ഏറെക്കുറെ അവരെ പരാജയപ്പെടുത്തിയതിനു ശേഷമാണ് അദ്ദേഹം തിരിച്ചും മടങ്ങുന്നത്. പക്ഷെ അത്രയും വലിയൊരു ഇന്നിങ്സിലേക്ക് എത്തി. ഇപ്പൊ ലിജിൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഭാവിയിലേക്ക് ഇന്ത്യൻ ടീമിൽ ഒരു മുതൽക്കൂട്ടാവുന്നു പറയുമ്പോൾ പോലും നമുക്ക് ഇപ്പൊ വീരേന്ദ്ര സെഹ്വാഗിനൊക്കെ ശേഷം അതുപോലെ ഒരു സ്ഫോടനാത്മകമായ ബാറ്റിംഗ് നടത്തുന്ന ആരും നമുക്ക് ഇന്ത്യൻ ടീമിലോട്ട് കിട്ടിയിട്ടില്ല. നമുക്കിപ്പോ ക്ലാസ് ബാറ്റിംഗ് ശൈലിയിൽ നമുക്ക് വിരാട് കോഹ്ലി ഉണ്ടെന്ന് പറയാമെങ്കിലും ഇപ്പൊ ഈ ഒരു പൊട്ടിത്തെറിക്കുന്ന ബാറ്റ്സ്മാൻ ഏത് നിമിഷം പക്ഷേ ഈ ഒരു രീതിയിലേക്ക് ഇല്ലാന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പല താരങ്ങളുണ്ട്, പക്ഷെ ഇത്രയും ശേഷിയുള്ള ഒരു താരത്തെ നമ്മൾ ഞാൻ ഇതുപോലെ ഒരു ഇത്രയും കോൺഫിഡൻസോടെ ഭയമില്ലാതെ ബാറ്റ് വീശുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ക്രിസ് ഗെയിലിനെ കണ്ടിട്ടുണ്ട്, അതുപോലെ ഡിവിലിയേഴ്സിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു താരം ഇന്ത്യൻ ടീമിലില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഏറെക്കുറെ നമുക്ക് പറയാൻ പറ്റുന്നത് സെഹ്വാഗിന്റെ കാര്യം മാത്രമാണ്. പക്ഷെ ആ ഒരു ഇപ്പോഴത്തെ വൈഫിനെ സംബന്ധിച്ച് സെഹ്വാഗിനേക്കാളും ഒരു സെഹ്വാഗിനെ മറികടക്കുന്ന ഒരു ബാറ്റിംഗ് ശൈലിയുണ്ട്. അത് തുടരാൻ വേണ്ടി പറ്റി ഈ പറഞ്ഞ മറികടക്കാൻ പറ്റും. ഈ പറഞ്ഞ 15-ാം വയസ്സിൽ ഇറങ്ങിയറുക എന്നുള്ളത് ഒരു വലിയൊരു ഘടകമാണ്. കാരണം എത്ര ചെറുപ്പമാണ്. ഇപ്പൊ കുംബ്ലെയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ. അദ്ദേഹത്തിന് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് കൊടുക്കുന്ന ഒരു സംഭാവനയുണ്ട്. അതായത് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് IPL. ഇനി വരാൻ പോകുന്ന ഇന്ത്യൻ ടീമിന്റെ ഭാഗമായാൽ പോലും അദ്ദേഹത്തിന് ഒരു നല്ലൊരു അവസരങ്ങൾ ഇന്ത്യൻ ടീം നൽകും. അത് അതേ രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് വൈബിനെ സംബന്ധിച്ച്. അയർലൻഡിലെ T20 പരമ്പരയാണ് വരാൻ വേണ്ടി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം പിന്നെ IPL കഴിഞ്ഞ് വരുന്ന T20 പരമ്പരയിൽ ചിലപ്പോൾ അവസരം ലഭിച്ചേക്കുന്നത്. ഇപ്പോൾ അഫ്ഗാനെതിരെ ഒരു ടെസ്റ്റ് മത്സരം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇത് വരുമ്പോൾ ടെസ്റ്റിൽ നമുക്കറിയാം യൂത്ത് ടെസ്റ്റിലൊക്കെ പോയിട്ട് കസറിയിട്ടുണ്ട് താരം. അപ്പോൾ അവസരം ലഭിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. വിളി എന്തായാലും ഈ 2 പരമ്പരയിലേക്ക് 2 പരമ്പരയ്ക്ക് ചാൻസ് ഉണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്.
ഇതിലേതെങ്കിലും ഒന്നിലേക്കും താരം എന്തായാലും അധികം വൈകാണ്ട് തന്നെ അരങ്ങേറുന്ന ഒരു ഉറപ്പാണ്. അരങ്ങേറിയ ശേഷം ഈ പറഞ്ഞ പോലെ ആദ്യത്തെ 10 വർഷം മാത്രമല്ല ലൈഫിൽ അങ്ങോട്ട് മുന്നോട്ട് നന്നായിട്ട് കളിക്കാൻ വേണ്ടി പറ്റിയാൽ സച്ചിൻ ടെണ്ടുൽക്കറെപ്പോലുള്ള പല താരങ്ങളും ഈ പറഞ്ഞ ഇറങ്ങുമ്പോൾ തന്നെ പല താരങ്ങളിൽ റെക്കോർഡ് മറികടക്കാൻ താരത്തിന് പറ്റി. ഈ പറഞ്ഞ പോലെ ഡി വിലിയേഴ്സ്, ക്രിസ് ഗെയിൽ ഇവരൊക്കെ ഈ മഹാരഥന്മാരുടെ ലിസ്റ്റിലേക്ക് പേര് ചേർക്കാൻ വേണ്ടി വീരേന്ദ്ര സെഹ്വാഗിനെ പോലെ താരങ്ങളുടെ ലിസ്റ്റിലേക്ക് പേര് ചേർക്കുക എന്നുള്ളതിന് വലിയൊരു ഇതാണ് നമ്മൾ കമ്പയർ ചെയ്യുന്ന ഈ പ്രായത്തിൽ എന്ന് പറയുമ്പോൾ. കഴിഞ്ഞ വർഷം നമ്മൾ കമ്പയർ എല്ലാവരും പറഞ്ഞിരുന്നു ആയില്ല ഒന്ന് നടക്കുന്നത്. RCBക്കെതിരെ 300 സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് ചെയ്തത് നമ്മൾ ഓർക്കണം. തീർച്ചയായും അതായത് RCB ബാറ്റ് ചെയ്യുമ്പോൾ പോലും ആദ്യം അവർ ഓവർ ബാറ്റ് ചെയ്യുമ്പോൾ കോഹ്ലി തുടർച്ചയായിട്ട് ബൗണ്ടറികൾ നേടുന്നുണ്ട്, റൺസ് കയറുന്നുണ്ട്. പക്ഷെ നമ്മളപ്പം കരുതിയ ഒരു മഴ പെയ്ത് പിച്ചിനൊരു സെക്കൻഡ് ബാറ്റിംഗ് ഒക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടായേക്കും എന്ന്, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു താളത്തെറ്റും തോന്നിയിരുന്നു. പക്ഷേ ഇവ വൈപ്പ് വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു പ്രശ്നം അവിടെ കാണിക്കുന്നില്ല. ഇവര് കളിച്ച് മാറ്റി പിച്ച് തന്നെയാണോ സംശയം വരുന്നത്. താരത്തിന്റെ പ്രത്യേകത തന്നെയാണത്. ആ ഒരു സ്ട്രൈക്ക് റേറ്റ്, അത് ഒരു സ്ഫോടനാത്മകമായ ബാറ്റിംഗാണ് വൈപ്പിൽ നിന്ന് എപ്പോഴും കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഇന്നിങ്സ് ആയിരിക്കും ഇന്ത്യൻ ടീം ഇനി ആവശ്യപ്പെടുന്നത്. ഇന്ത്യക്ക് ആവശ്യം അങ്ങനെ ഒരു ഇന്ത്യക്ക് ഇപ്പം താരങ്ങളുടെ ധാരാളത്തിൽ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ വൈഭവിനെ പോലെ ഒരു താരം നമുക്ക് ഇതുവരെ ഇല്ല. വൈഭവ് മാത്രമേ ഉള്ളൂ. അതാണ് വൈഭവിനെ വ്യത്യസ്തനാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു കോഹ്ലി ഇല്ല, പക്ഷെ കോഹ്ലിക്ക് പകരക്കാരൻ നമുക്ക് കണ്ടെത്താൻ സാധ്യമാണ്. പക്ഷെ അതുപോലെ തന്നെ ഒരു പകരക്കാരനില്ലാത്ത താരമായിട്ട് വൈഭവ് വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ വൈഭവിന് ഈ തെളിയിച്ചു കഴിഞ്ഞു. ഈ 4 ഇന്നിങ്സുകളുടെ 2026 4 ഇന്നിങ്സുകളോട് അദ്ദേഹം 2020 താൻ എത്രത്തോളം അപകടകാരിയാണെന്ന് തെളിയിച്ചു. ഇനിയിപ്പോൾ അങ്ങോട്ട് തകർക്കാൻ ഇപ്പം രാജസ്ഥാൻ ഈ പറഞ്ഞ സഞ്ജു പോയപ്പോൾ രാജസ്ഥാൻ എന്താണെന്ന് നമുക്ക് സംശയമായിരുന്നു. പക്ഷേ രാജസ്ഥാൻ ഇപ്പം സഞ്ജു ഇല്ലെങ്കിൽ ക്യാപ്റ്റനായിട്ട് പരാഗ് വന്നിട്ട് നയിക്കുന്നുണ്ട്. നല്ലൊരു താരം ഓപ്പണിംഗ് തന്നെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ബൂസ്റ്റിൽ ടീം വീണ്ടും ഒരു കപ്പിലേക്ക്, ആദ്യ സീസണിൽ കപ്പടിച്ച ശേഷം കപ്പടിക്കാൻ വേണ്ടി പറ്റില്ല, കപ്പും സ്വപ്നം കാണാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിന് വൈഭവിന്റെ ഒരു ചിറകിലാണ് കപ്പടിക്കുന്നത്. മറ്റൊരു എന്താണ് പറയുക, ഒരു കവിനിധി പോലെ തന്നെ ആയി പോകുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ, നമുക്ക് പ്രതീക്ഷിക്കാം. വൈകാതെ തന്നെ നമുക്ക് ദേശീയ ടീമിലേക്ക് വൈബിനെ പ്രതീക്ഷിക്കാം. അതിലവിടെ ഇതേപോലെ മത്സരങ്ങൾ ഏത് ടീമാണോ ഏത് ബോളറാണോ നോക്കാതെ ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ തന്നെ താരത്തിന് പറ്റട്ടെന്ന് ആശംസിക്കാം.